ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിരുന്നു. കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലായിരുന്നു കേട്ടോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കാണുന്ന അടിപൊളി ഒരു ഫേഷ്യലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് മാറാനായിട്ടും സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റം ആണ് കേട്ടോ. അതേപോലെ തന്നെ 100% നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ സൺ ടാന് പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാൽ വേണം എടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് തേങ്ങാപ്പാൽ. തേങ്ങ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു 3 സ്പൂണ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് പച്ചമഞ്ഞൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. കറിക്ക് ഉപയോഗിക്കുന്നതല്ല, നമ്മൾ പായ്ക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് നമ്മളൊരു പിഞ്ചിട്ട് കൊടുത്താൽ, ഒരു പൊടിക്കിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതെ, ഞാനിപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ഡിസ്കളറേഷൻ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടി 1 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പൊടിയായിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കണം. പത്തിരിപ്പൊടി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിപ്പം ഞാൻ കുറച്ച് ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് തിക്കാക്കണമെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ചുളിവുകൾ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനെസ് മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.